കൂട്ടുകാരെ, ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ കറിയുടെ റെസിപ്പിയാണ്. മത്തയില വെച്ചാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്തയില വെച്ച് ഇതുപോലെ കറി ഉണ്ടാക്കിയില്ലെങ്കിൽ ഫുൾ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണം കേട്ടോ. ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള മത്തയില പറിച്ചെടുത്ത് അതിൻ്റെ രണ്ട് ഭാഗത്തും പ്രാണികളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി കഴുകി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് ചക്കയുടെ കുരുവാണ് കേട്ടോ. ചക്കക്കുരു തോലൊക്കെ കളഞ്ഞെടുത്ത് വെച്ചു. ചക്കക്കുരു തോല് കളയാനുള്ള എളുപ്പ മാർഗ്ഗമുണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കണ്ടു നോക്കൂ. മത്തയില കഴുകി വൃത്തിയാക്കി നൈസായിട്ടൊന്ന് അരിഞ്ഞു വെച്ചു. അതിൻ്റെ ചെറിയ തണ്ടുകളും കൂടി ചേർത്ത് വെക്കാം. കറിയാകുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വെന്തോളുമല്ലോ. ചക്കക്കുരുവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു വളരെ പോഷകമൂല്യമുള്ളതാണ്. അതിൻ്റെ തോലോട് കൂടി തന്നെ കറി വെച്ച് കഴിക്കുന്നതും അല്ലെങ്കിൽ തോരൻ വെച്ച് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഈ സീസണിൽ എല്ലാവരുടെ വീട്ടിലും ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ചധികം വെളുത്തുള്ളി ചതച്ചിടണം കേട്ടോ. ചക്കക്കുരുവൊക്കെയാണ്, ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ചതച്ച് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. കുറച്ച് സവോളയോ ചെറിയുള്ളിയോ കുറച്ച് പച്ചമുളകും കൂടി അരിഞ്ഞ് ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയുള്ളി ആണെങ്കിൽ നല്ലൊരു സ്വാദാണ്. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചേ ഉള്ളൂ, അതൊന്ന് എണ്ണയിലൊന്ന് മൂത്ത് വന്നാൽ മതി കേട്ടോ. അധികം വഴറ്റി ബ്രൗൺ കളറൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ചക്കക്കുരുവും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്തതാണ്. ഇനി ഇതൊന്ന് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വീഡിയോ ഹൈപ്പും കൂടി ചെയ്യണം. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നേക്കല്ലേ. ചക്കക്കുരു ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതല്പം ഒന്ന് ഉടച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒന്ന് ഉടഞ്ഞ് ചേരുമ്പോൾ നല്ല ഒരു സ്വാദുണ്ടാവും. നന്നായി വെന്തതുകൊണ്ട് തന്നെ എളുപ്പമായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ. എല്ലാം അങ്ങ് കുത്തി ഉടയ്ക്കണ്ട. കുറച്ച് കടിക്കാനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചൊക്കെ അങ്ങനെ നിന്നോട്ടെ. ഞാനൊരല്പം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നല്ല പൊടിയുള്ള ചക്കക്കുരു ആകുമ്പം കൂടുതൽ സ്വാദുണ്ടാവും. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മത്തയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചക്കക്കുരുവിൻ്റെ വേവൊന്നും മത്തയിലേക്കൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ലാസ്റ്റ് ഇടുന്നത് കേട്ടോ. എന്നാലും ചെറിയൊരു മരുമരുപ്പുണ്ട് അല്ലേ മത്തയിലേക്ക്. അപ്പോൾ അതൊന്ന് കൈ വെച്ച് തിരുമ്പി ഒന്ന് അരിഞ്ഞെടുത്താൽ നല്ലതാണ് കേട്ടോ. അത് വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി. ഒരല്പം ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് നമുക്കിത് വേവിക്കണം. തിളയ്ക്കുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് ഒതുങ്ങി വന്നോളും. കണ്ടില്ലേ, നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം. അധിക സമയം വേണ്ട കേട്ടോ മത്തയിലൊന്ന് വെന്ത് വരാൻ. ഇലക്കറികൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ചക്കക്കുരു വേണമെങ്കിൽ ഈ സമയത്തും ഒന്നും കൂടി ഉടച്ച് ചേർക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ചു, എല്ലാം സെറ്റായി വന്നു. ചക്കക്കുരുവിൻ്റെ കൂടെ ഇലയൊക്കെ ഒന്ന് ചേർന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തേങ്ങ കുറച്ച് അരച്ചത്, കൂടുതലൊന്നും വേണ്ട, വെറുതെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. പക്ഷേ തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് മിക്സിയുടെ ജാറിൽ നിന്ന് കുറച്ച് ഗ്രേവിയാക്കി. ഒരല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും കൂടി ചേർത്തു. ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഇനി ചക്കക്കുരു നന്നാക്കി എടുക്കാനുള്ള എളുപ്പ മാർഗ്ഗം കണ്ടോ. കുറച്ച് വെള്ളത്തിൽ ചക്കക്കുരു ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു പകുതി വേവാകുമ്പോൾ കുരുവൊക്കെ ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ടാവും. തോല് മേലെന്ന് വേർപെട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. നന്നായിട്ടൊന്നും വേവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കതൊന്ന് വെള്ളം വരാനായിട്ട് വെച്ചിട്ട് ഓരോന്നായിട്ട് എടുത്തിട്ട് എളുപ്പത്തിൽ നമുക്കത് വേർപെടുത്തിയെടുക്കാം. ഇതാ കണ്ടോ എത്ര പെട്ടെന്നാണ്. അതിൻ്റെ മേലുള്ള ആ തോല് വളരെ പോഷകമുള്ളതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കളയണ്ട. കറിയിലേക്കൊക്കെ ചേർക്കുമ്പോൾ അതവിടെ ഇരുന്നോട്ടെ കേട്ടോ. മേലത്തെ കട്ടിയുള്ള പ്ലാസ്റ്റിക് മാതിരിയുള്ള ആ തോടില്ലേ, അത് മാത്രം ഇളക്കി കളഞ്ഞാൽ മതി. എത്ര സിമ്പിളാണ് നോക്കൂ. കണ്ടോ, കറിയൊക്കെ തിളച്ചൊന്ന് കുറുകി വന്നു. സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. എല്ലാവരുടെയും അഭിപ്രായം പറയൂ.